നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഓണക്കാലത്തെ, അതായത് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ 2000 രൂപ ഇതിനോടകം തന്നെ നമ്മളുടെ കൈകളിൽ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ടാകും. ആനുകൂല്യം വാങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 2000, അതായത് 4000 രൂപയോളം ഓണക്കാലത്ത് മുൻ സർക്കാരൊക്കെ വിതരണം ചെയ്തിരുന്നു. ആ രീതിയിൽ ഈ വർഷം ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ചില ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 4000 രൂപയോളം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അറിയിപ്പും വന്നിരുന്നു. നമ്മളുടെ ചാനലിൽ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് അറിയിപ്പുകൾ നൽകിയിരുന്നു. 4000 രൂപ വിതരണം ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള അറിയിപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങൾ അറിയിക്കാമെന്ന് അന്ന് നമ്മൾ പറഞ്ഞതുമാണ്. നിലവിൽ സംസ്ഥാനത്തെ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇതോടെ പൂർത്തിയാവുകയാണ്. 2000 രൂപ മാത്രമാണ് ഈ സമയത്ത് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. അത് ഓഗസ്റ്റ് മാസം 19-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകമായിട്ട് 2000 രൂപ കൂടി അഡ്വാൻസ് ആയിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സെപ്റ്റംബർ മാസമേ പെൻഷൻ തുക വിതരണം ഉണ്ടാവുകയുള്ളൂ. ആനുകൂല്യം ഇതിനോടകം തന്നെ ലഭിച്ചു കാണും. ഇനി ആനുകൂല്യം ലഭിക്കാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്ര പെൻഷൻ വിഹിതം, അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 32 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വളരെ വൈകാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. അവധി ദിവസങ്ങളായതിനാൽ ബാങ്ക്, അതോടൊപ്പം സർക്കാർ ഓഫീസുകൾക്കുമൊക്കെ അവധിയായതിനാൽ ഇപ്പോൾ ആനുകൂല്യം വിതരണം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗുണഭോക്താക്കൾ ക്ഷമയോടെ സഹകരിക്കുക. കൃത്യസമയത്ത് തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ നാളുകളായിട്ട് വിതരണം നടന്നുകൊണ്ടിരിപ്പുണ്ട്. ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ള, അതായത് പ്രവാസി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ഡിലേ, അത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. വളരെ വൈകാത്ത അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. കേന്ദ്ര വിഹിതം വാങ്ങുന്നവരുണ്ട്. 8.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് അവർക്ക് ലഭിക്കുന്നത്. ലഭിച്ചവരുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് ആശ്വാസമായി മാറും. ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടർ KYC ചെയ്യുന്ന കാര്യം നിരവധി തവണ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. KYC ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഏജൻസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാൻ സാധിക്കും. കൺസ്യൂമർ നമ്പറോ റീഫിൽ ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ KYC ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ നേരിട്ടെത്തി ഏജൻസിയിൽ നേരിട്ടെത്തിയോ ഇത് ചെയ്യാൻ സാധിക്കും. KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ബുക്കിംഗ് ഒരു പക്ഷേ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ ഒരു നിരക്ക് ഇതിനുകൂടി ബാധകമാകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ കർശനമായിട്ട് കേന്ദ്ര സർക്കാർ ഇത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 2024 മുതൽ KYC ആരംഭിച്ചിട്ടുള്ളതാണ്. അത് മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതുവരെ ചെയ്യാത്തവർ മാത്രമാണ് KYC ചെയ്യേണ്ടത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. KYCയിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ്, നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് അത് അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് സംവിധാനത്തിലൂടെയൊക്കെയുള്ള ആ ഒരു സംവിധാനം, ഇത് ഓപ്ഷനുകൾ മുൻപ് ചെയ്തിട്ടുള്ളവരെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ പ്രത്യേകിച്ച് നമുക്ക് സ്റ്റാറ്റസ് അറിയാനുള്ള സംവിധാനങ്ങളില്ല. അല്ലെങ്കിൽ നമ്മൾ ആ മൊബൈൽ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാവണം. അതിൽ നമുക്കറിയാൻ സാധിക്കും. ഇതല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് നമ്മളുടെ ഏജൻസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ സൗജന്യ ഓണക്കിറ്റ്, അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി തിരുവോണം, ഉത്രാടം കിറ്റുകളെല്ലാം തന്നെ സജീവമായിട്ട് വിതരണം നടത്തിയിരുന്നു. ഇപ്പോൾ അവധി ദിവസങ്ങളാണ്. നമുക്ക് ഇത്തരത്തിൽ കിറ്റുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഈ ഒരു അവധി ദിവസത്തിന് ശേഷം ഇനി ആർക്കെങ്കിലും ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെങ്കിൽ അത്തരം ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കും. റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് അത് ഓഗസ്റ്റ് മാസം 31-ാം തീയതി വരെ വാങ്ങാനുള്ള അവസരമുണ്ട്. ഇനി ഇതുകൂടാതെ തന്നെ ഉത്രാടം, തിരുവോണം കിറ്റുകൾ അത് സപ്ലൈകോ വഴി 1500-2000 രൂപയിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും. 1500 രൂപയുടെ ഉത്രാടം കിറ്റിൽ 25ഓളം ഇനങ്ങൾ, 30 ഇനങ്ങൾ ഉൾപ്പെടുന്ന 2000 രൂപയുടെ തിരുവോണം കിറ്റ്. ഇതിലൊക്കെ പക്ഷേ നമുക്ക് ഏകദേശം 150 രൂപ മുതൽ 550 രൂപയുടെ അധിക ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ ഈ കിറ്റുകൾ താല്പര്യമുള്ളവർക്ക് പിന്നീടും വാങ്ങാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് ഓണക്കാലത്ത് സെപ്റ്റംബറിലെ സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ, അതായത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ വഴി അഡ്വാൻസ് ആയിട്ട് വാങ്ങാനുള്ള അവസരമുണ്ടായിരുന്നു. ഓഗസ്റ്റിലെയും സെപ്റ്റംബറിലെയും വാങ്ങാനുള്ളവർക്കൊക്കെ അപ്പോൾ ഒരു റേഷൻ കാർഡിന് 2 കിലോ പഞ്ചസാര, 2 കിലോ വെളിച്ചെണ്ണ ഈ രീതിയിൽ നമുക്ക് വാങ്ങാനുള്ള അവസരം സർക്കാർ ഒരുക്കി തന്നിരുന്നു. ഇനിയും അത് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ അവധി ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം അത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.